നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, വേദയുടെയും വിക്രത്തിന്റെയും കഥകളൊക്കെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്തിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ അത് കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഒടുവില് നീളമോളുടെ സ്കാനിങ്ങിന്റെ ബില്ലും കാര്യങ്ങളും അടയ്ക്കാനായിട്ട് കാവേരി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനാണ് നിവിൻ അവിടേക്ക് വരുന്നത്. അപ്പം നിവിനും ഇവനെയും കൂടെ ഒരുമിച്ചായിരുന്നു വന്നത്. പക്ഷെ കാവേരി അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നിവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാവേരി ഒന്ന് നോക്കി. ഈ സമയത്ത് നിവിൻ പറഞ്ഞു, എന്താ കാവേരി, എന്താ നിലമോൾക്ക് സംഭവിച്ചേ? എന്നോടൊന്നും പറഞ്ഞതുപോലും ഇല്ല. അല്ല, നിവിൻ എന്താ ഇവിടെ? നിവിൻ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ വഴിക്ക് വെച്ച് എമ്മിനെ കണ്ടിട്ടുണ്ടായിരുന്നു, എമ്മിനെ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴും കാവേരി ഒന്നും മിണ്ടിയില്ല. കാവേരി പെട്ടെന്ന് നമ്മൾ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും നിവിൻ പറഞ്ഞു, എന്താ കാവേരി, കാര്യം എന്താ? നീളമോളെ കുറിച്ച് ഒന്നും പറഞ്ഞതുപോലും ഇല്ലോ. ഇത്രയൊക്കെ ആയിട്ട് എന്നോടൊന്നും പറയാൻ വരായിരുന്നു. ഒന്നുമല്ലേലും നമ്മുടെ ഫ്രണ്ട്സ് അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ ഈ ബില്ലൊന്ന് അടയ്ക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കാവേരി പെട്ടെന്ന് ബില്ല് അടയ്ക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ പോയി CT സ്കാൻ്റെ ബില്ലൊക്കെ അടച്ചിട്ട് തിരിഞ്ഞു കഴിയുമ്പോഴത്തേനും നിവിൻ വീണ്ടും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നിവിൻ പറഞ്ഞു, കാവേരി ഇങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യരുത്. കണ്ടിട്ടും കണ്ടില്ലാത്ത മട്ടി പോകുന്ന കാണുമ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടാവുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കാവേരി എന്നോട് തുറന്നു പറയുന്നതല്ലേ, എന്നിട്ട് ഇത് മാത്രം എന്തിനാ മറച്ചു വെച്ചേ? ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടും. അതോ നിവിൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാനുണ്ടോന്ന് ചോദിച്ചു. അതെന്താ കാവേരി അങ്ങനെ? അല്ല, ഗംഗേച്ചി എന്നോട് പറഞ്ഞായിരുന്നു നിവിന്റെ രാഗിണിയുടെയും കൂടെ കല്യാണമാണ്. നാടൊട്ടയ്ക്ക് വിളിച്ചിട്ടും നിവിൻ മാത്രം എന്നോട് ഈ കാര്യം പറഞ്ഞില്ല. അതെന്താ? അപ്പൊ നിവിന് ഞാൻ അന്യനായതുകൊണ്ടല്ലേ അങ്ങനെ? എന്നെ ഫ്രണ്ടായിട്ട് കാണുമായിരുന്നെങ്കിൽ നിവിൻ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയില്ലായിരുന്നു എന്ന് ചോദിച്ചു. നിവിൻ പറഞ്ഞു, കാവേരി അത് പിന്നെ ഞാന് വേണ്ട, കൂടുതലൊന്നും പറയണ്ട നിവിനെ. അത്രയ്ക്കുള്ളൂ നിവിൻ എനിക്ക് തന്നിരിക്കുന്ന വില. അതുകൊണ്ടല്ലേ ഞാൻ കരുതിയത് നിവിൻ എന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങളൊക്കെ വലിയ പണക്കാര്, നമ്മളൊക്കെ പാവങ്ങള്. അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മളോട് പറയാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും അല്ലേ? കാവേരി അങ്ങനൊന്നും പറയരുത് പ്ലീസ്. നിവിനെ എനിക്ക് എന്താണെങ്കിലും ഇപ്പൊ സംസാരിക്കാൻ അവരുടെ മൂടില്ല, അറിയാലോ, ഞാൻ പറഞ്ഞല്ലോ നീളമോള് വയ്യാതെ കിടക്കുവാന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് അവിടേക്ക് ഗംഗയും യമിനെ വിനീതും കൂടെ വരുവാണ്. നിവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിനീതിന് നല്ല ദേഷ്യം. പെട്ടെന്ന് വിനീതിച്ചു, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് പിന്നെ യമിനെ എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളമോൾക്ക് എന്തോ ഒരു വയ്യായി ഉണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറഞ്ഞു. ഗംഗ പറഞ്ഞു, വെറുതെ എന്തിനാ നിവിനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഇനി എങ്ങാനും നിവിന്റെ അമ്മ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. വിനീത് പറഞ്ഞു, അതെ, നിവിനെ നീ വെറുതെ ഇവിടെ കിടന്ന് കറങ്ങണ്ട, പോകാൻ നോക്ക്. നീളമോൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് നോക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. ആ സമയത്ത് യമുനയ്ക്ക് ആകെപ്പാടെ സങ്കടമായി. യമുന നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ പ്രണയിക്കുന്ന ആളാ, താനും ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെ ഒരാളെയാണ് ഇപ്പം ഓടിച്ചു വിടാനായിട്ട് ശ്രമിക്കുന്നത്. പെട്ടെന്ന് യമുന പറഞ്ഞു, അതെ നിവിനേട്ടനെ വഴക്കൊന്നും പറയണ്ട, ഞാൻ ആ വഴിക്ക് വെച്ച് നിവിനേട്ടനെ കണ്ടേ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത്. അപ്പൊ നിവിനേട്ടൻ ചോദിച്ചപ്പോ ഞാൻ കാര്യം പറഞ്ഞു, അപ്പൊ എന്നോടൊപ്പം പോന്നാന്ന് പറഞ്ഞു. ഗംഗ പറഞ്ഞു, നീ അവിടെ മിണ്ടാതിരിക്കുക. എന്നാൽ നിവിനോട് പറഞ്ഞു, നിവിനെ നീ മര്യാദയ്ക്ക് പോ, അല്ലെങ്കിൽ നിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. ഇനി ഞങ്ങളുമായിട്ട് സംസാരിച്ചെന്നോ മിണ്ടിന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഇനിയിപ്പോ ആ വിവാഹം മുടങ്ങണ്ട. അത് മാത്രമല്ല ഇതിന്റെ പേരിൽ അടുത്ത പ്രശ്നം ഉണ്ടാവണ്ട. ഞങ്ങളല്ലേ തന്നെ നല്ല ടെൻഷനിലാണ് ഇപ്പം, അതുകൊണ്ട് പോവാൻ നോക്കാൻ പറഞ്ഞിട്ട് നിവിനോ ചീത്ത പറഞ്ഞു. അപ്പോഴേക്കും നിവിൻ പറഞ്ഞു, എന്റെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ. കാവേരി പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പൊ നിവിന്റെ ഒരു ഹെൽപ്പ് ഇവിടെ ആവശ്യമില്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്, പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ നിവിന് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോകുമ്പത്തേനും യമുനയ്ക്ക് നല്ല വിഷമമായി. ഈ സമയത്ത് കാവേരി യമുനയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം യമുനയ്ക്ക് ഈ ഇടയായിട്ട് നിവിന്റെ കാര്യത്തിൽ കുറച്ച് താല്പര്യം കൂടുതലാന്ന് കാവേരിക്ക് തോന്നി. ഒരു പക്ഷെ ആ സാരി അത് നിവിൻ തനിക്ക് പ്രസന്റ് ചെയ്താണ്. പക്ഷെ അവള് തെറ്റിദ്ധരിച്ചിരിക്കുക, അവളുടെ മനസ്സിൽ എന്തേലും മോഹം കിടന്ന് കൂടിയിട്ടുണ്ടോന്ന് പോലും കാവേരിക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ CT സ്കാൻ എടുത്തതിന്റെ റിസൾട്ട് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ എന്ത് ചെയ്തു, കാവേരിയെ ശാരദ എല്ലാരെയും കൂടെ മുറിയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടറെ വിളിക്കുന്നറിഞ്ഞപ്പോ അവരങ്ങ് ചെന്നു. എല്ലാവർക്കും നല്ല ടെൻഷനായിരുന്നു. അങ്ങനെ റിസൾട്ടൊക്കെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് കൃത്യമായി. അതെ, ഈ കുട്ടിക്ക് ജന്മന ഹൃദ്രോഗം കാര്യങ്ങളും ഉള്ളതാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ എല്ലാവരും ഒന്ന് ഞെട്ടി. പെട്ടെന്ന് ശാരദ പറഞ്ഞു, അല്ല ഡോക്ടറെ, അത് പിന്നെ നിങ്ങളാ ശ്രദ്ധിക്കാതിരുന്ന ഉണ്ട്, എത്രയും പെട്ടെന്ന് ഒരു സർജറി നടത്തണം, എങ്കിലും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് തലകറക്കവും കാര്യങ്ങളും ഉണ്ടാകുന്നത്. പിന്നെ ഈ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി ചെലവേറിയ സർജറിയാണ്, ഒരു 10 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ശാരദ ചോദിച്ചു, 10 ലക്ഷം രൂപയോ? അതെ, 10 ലക്ഷം രൂപ വേണ്ടി വരും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാവേരിയും ഗംഗയൊക്കെ പരസ്പരം നോക്കുക. അവർക്ക് ഡോക്ടറോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല, കാരണം ഇത്രയ്ക്ക് സീരിയസ് ആണെന്നുള്ള കാര്യം അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു,
അതെ, സർജറി വൈകുന്തോറും ഇനിയിപ്പോൾ ആ കുട്ടിയുടെ ജീവൻ ആപത്താണ്. എത്രയും പെട്ടെന്ന് തന്നെ സർജറി നടത്തണം. ഇവിടെ നടത്തണമെങ്കിൽ 10 ലക്ഷം രൂപയാവും. പിന്നെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കണമെങ്കിൽ കാണിച്ചോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എവിടെ ചെന്നാലും ഇതേ റിസൾട്ട് തന്നെയായിരിക്കും അവർക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് അവർ പുറത്തിറങ്ങുന്നത്. നീളമോളോട് ഇത് പറയാൻ പറ്റില്ലല്ലോ. നീളമോളെ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനും ആർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ ഈ സർജറി നടത്തും? ഈ സമയത്ത് ശാരദയാണ് ഏങ്ങി കഴിയുമ്പോഴത്തേനും കാവേരി പറഞ്ഞു, അമ്മേ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കുകയോ ചെയ്യണ്ടേ. വിനീത് പറഞ്ഞു, എന്ത് ചെയ്യും നമ്മള്? ഒന്നും രണ്ടും അല്ല, 10 ലക്ഷം രൂപയാണല്ലോ എന്ന് പറഞ്ഞു. ഗംഗ പറഞ്ഞു, അത് ശരിയാ, അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴിതൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതേ ഇതൊക്കെ കാണാതെ അരവിന്ദയുടെ നേരത്തെ അങ്ങോട്ട് പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശാരദ കരയാൻ തുടങ്ങി. കാവേരി പറഞ്ഞു, അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കുക ഗംഗേച്ചി, അമ്മ ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ശാരദയെ ഗംഗ അവിടെ പിടിച്ചിരുത്തി. ഈ സമയത്ത് വിനീതിനോട് കാവേരി പറഞ്ഞു, വിനീതേട്ട എന്ത് റിസ്ക് എടുത്താണ് ശരി, നമുക്ക് നിളമോളുടെ സർജറി നടത്തണം. അല്ലെങ്കിൽ അല്ല കാവേരി, അതിനുള്ള പണം എവിടുന്ന? പണം എങ്ങനെയാലും സംഘടിപ്പിച്ചാൽ മതിയാവുള്ളൂ. ഒരു പക്ഷേ ആ വീട് സ്ഥലമൊക്കെ നേരത്തെ തന്നെ ജയപാലന് കൈയടക്കാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ ഉള്ള സ്വർണം കൊണ്ട് പണയം വെച്ച് ആ വീട് തിരികെ പിടിക്കാനായിട്ട് ബാങ്കുകാർക്ക് പൈസ കൊടുക്കേണ്ടി വന്നത്. അത് ജയപാലന്റെ കളിയായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, ഈ പറയുന്ന കുറെ പൈസ, അതായത് അരവിന്ദനുണ്ടാക്കിയ പൈസ, അത് ജയപാലന്റെ പക്കലുണ്ട്. ആ തോട്ടത്തിന് വേണ്ടി കൊടുത്ത് അയാളെ തിരിച്ചു കൊടുത്തിട്ടുമില്ല, സ്ഥലവും കൊടുത്തിട്ടില്ല. അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ലായിരുന്നു. സർജറിയും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടത്തായിരുന്നു. കാവേരി പറഞ്ഞു, വിനീതേട്ട ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്ത് ചെയ്തിട്ടാണ് ശരി സർജറി നടത്തണം. അല്ല അതിനുള്ള പണം ഇനിയിപ്പോൾ വീട് വിറ്റിട്ടാണ് ശരി നടത്തണമെന്ന് പറഞ്ഞു. വീട് വിൽക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അതിനും തയ്യാറാ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പോൾ വേറൊന്നും നോക്കുന്നില്ല, നീളമോളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളെന്ന് പറഞ്ഞു. ഒടുവില് ശാരദയുടെ ഗംഗയുടെ ഒക്കെ അടുത്ത് നിന്നിട്ട് കാവേരി തന്നെ മനസ്സിലുള്ളത് പറയണം. 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പൈസയല്ല. പക്ഷെ അത് ഉണ്ടാക്കിയേ മതിയാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേണം നമ്മുടെ വീട് സ്ഥലമെങ്കിലും വിൽക്കാം, എന്നിട്ടാണെങ്കിലും നമുക്ക് നീളമോളുടെ സർജറി നടത്തണമെന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു, മോളെ നമ്മൾ ആ വീട് വിറ്റിട്ട് എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോയാലും സാരമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് നിലയുടെ സർജറി നടത്തണ്ടേ? ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, എത്രയും പെട്ടെന്ന് നടത്തണമെന്ന്. അങ്ങനെ എല്ലാവരും തകർന്നു പോയി. നീളയുടെ മുഖത്ത് പോലും പോയി നോക്കാനായിട്ട് ആർക്കും ഒരു ത്രാണി ഉണ്ടായിരുന്നില്ല. കാരണം എത്രയും പെട്ടെന്ന് സർജറി നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവളുടെ മുന്നിലേക്ക് ആരും എന്തായാലും കരഞ്ഞു പോകുന്നുള്ള കാര്യം മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാവേരി നിളമോളെ കാണാൻ ചെന്നു. ആ സമയത്ത് നിളയിച്ചു, എന്താ കാവേരി ചേച്ചി എനിക്ക് പറ്റിയത്? എന്നെ ആരും എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് കയറി വരാത്തെ? അത് പിന്നെ അമ്മയൊക്കെ പുറത്തുണ്ട്, എന്നെ എന്തിനാ ഇവിടെ കിടത്തിയിരിക്കുന്നത്? എനിക്ക് വീട്ടിൽ പോയാൽ മതി, ഒരു തലകറക്കമല്ലേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോ കുറഞ്ഞു, എനിക്കിനി വീട്ടിൽ പോവാം എന്ന് പറഞ്ഞു. അത് സാരമില്ല മോളൊക്കെ, കുറച്ച് ടെസ്റ്റും കൂടെ ഒക്കെ ബാക്കിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തലകറക്കൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. അതെന്തിൻ്റെയാ ടെസ്റ്റ്? അത് പിന്നെ ഈ വൈറ്റമിൻസ് ഒക്കെ കുറവാന്ന് തോന്നുന്നേ, ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കില്ലോ, അതുകൊണ്ടാന്നൊക്കെ കാവേരി പറയണം. ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ എവിടെ കഴിക്കുന്നുണ്ട്? ഫുഡ് കഴിക്കാത്തതിന്റെ പ്രശ്നം ഇതാ പറയുന്ന, ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഇങ്ങനെ ശാസിക്കുവാണ് കാവേരി. ഇതൊക്കെ പറയുമ്പോഴും കാവേരിയുടെ നെഞ്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ നിളയുടെ മുന്നിൽ കരയാതിരിക്കാനായിട്ട് കാവേരി നല്ല പെടാപ്പാട് വിടുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.